ഒരു തീരുമാനമാണ് ദൈവം എന്നെ ഇവിടെ എത്തിച്ചത്. അങ്ങനെ ഈ ഒരു ധ്യാനത്തിൽ കൂടാൻ ദൈവം അവസരം എനിക്ക് ഒരുക്കി തന്നു. പിന്നെ ഒരുപാട് ജ്ഞാനത്തിൻ്റെ ക്ലാസ് കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് അറിവ് കിട്ടി. ഞാനും അത് ഉൾക്കൊള്ളാനും അതിൻ്റെ പൊരുളും മനസ്സിലാക്കാനുള്ള അവസരം ദൈവം ഒരുക്കി തരാമെന്ന് ധ്യാനത്തിൽ കൂടെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആലോചിക്കും, ഈ ധ്യാനം എനിക്ക് കൂടിയില്ലെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, കുർബാന കാണും, ബൈബിൾ സ്ഥിരമായിട്ട് വായിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് എന്ത് കിട്ടിയിരുന്നു? അതൊന്നും അറിയാതെ ഈ ബൈബിളൊക്കെ ഇത്ര നാൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ എല്ലാ ഉൾക്കാഴ്ചയോടുകൂടി ഇപ്പോൾ ഇനി തുടങ്ങി വായിക്കാൻ എനിക്ക് സാധിക്കും. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും ജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകൾ കൂടുതലും കേൾക്കണം എന്ന ആഗ്രഹമുണ്ട്. അതേപോലെ മറ്റുള്ള ക്ലാസ്സുകളും കേൾക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ ബ്രദർ പറഞ്ഞത് എൻ്റെ ഇത് എനിക്ക് മനസ്സിലായത്, ബ്രദറാണ് ജ്ഞാനത്തിൻ്റെ ശില്പി. അങ്ങനെ എനിക്ക് തോന്നിയത് ബ്രദർ പറഞ്ഞപ്പോൾ. അവിടെ ഇരുന്നിട്ട് ഞാനാണ് ബ്രദറിൻ്റെ ശില്പി, അങ്ങനെയാണ് എനിക്ക് അന്നേരം മനസ്സിലായത്. അവിടെ ഇരുന്നപ്പോൾ ഒരു വാക്യം കിട്ടിയത്. ഇത്രയും പറയാൻ ദൈവം തന്നതിന് നന്ദി പറയുന്നു. ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. അതായത് ഈ കേട്ടതെല്ലാം ആര് പറയണ്ട, ജ്ഞാനമാണ് എന്ന് പറഞ്ഞ എല്ലാവരും ജ്ഞാനമാണ് ശില്പി. ഞാനല്ല ഈ പറയണതൊന്നും. ആരാ പറയുന്നത്? ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. ബ്രദറാണ് അതിൻ്റെ ജ്ഞാനം എന്നല്ല പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് 91 ധ്യാനം കൂടാൻ വന്നു. ഡിവൈനിൽ ധ്യാനം കൂടാൻ എൻ്റെ വേദനിക്കുന്ന കാലഘട്ടമായിരുന്നു. വീട് പണിയുന്ന സമയത്ത് ശരിക്കും ശത്രുക്കളുടെ മധ്യ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീട് പണിയുന്ന കാലഘട്ടമായിരുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് വിഷമിക്കുന്ന കാലഘട്ടം. അങ്ങനെ നീങ്ങുമ്പോൾ ധ്യാനം കൂടാൻ വന്നിരുന്നു. പനിക്കലച്ചൻ വരാന്തയിൽ വെച്ച് കണ്ട് അവിടെ അവിടെ കൗൺസിലിങ്ങിന് വരണം എന്നോട് പറഞ്ഞു. പിന്നെ ഇടവകയിൽ സേവനം ചെയ്യണം. ഇങ്ങനെ 2 കാര്യങ്ങൾ എന്നോട് പനിക്കലച്ചൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കൗൺസിലിംഗ് കോഴ്സിന് വിളിച്ചു. അത് 94 തോന്നുന്നു ബ്രദറിൻ്റെ കൗൺസിലിംഗ് കോഴ്സ്. 3 ദിവസം, അതിൽ 3 ദിവസം എന്തോ കാര്യം ഉണ്ടാവുമെന്നൊരു സമയം കാണിച്ചു തന്നു. ആ 2 ദിവസം 2 കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ എണീറ്റ് വരുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ അകത്തിലൂടെ പറയാണ്, പിതാവ് എന്നോട് കൂടെ, പുത്രൻ എന്നോട് കൂടെ, പരിശുദ്ധാത്മാവ് എന്നിൽ തന്നെ. ഇത് ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നേരം വെളുത്തെണിച്ച് വരുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് പല്ല് തേച്ച് വന്ന് കഴിഞ്ഞ് കുളിക്കുക റെഡിയാവും. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് ഇങ്ങനെ ഒരു സംഭവം, അത് എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ പിതാവ് എന്നോട് കൂടെ, പുത്രൻ എന്നോട് കൂടെ, പരിശുദ്ധാത്മാവ് എന്നിൽ തന്നെ. അതുപോലെ വേറൊരു ദിവസം കൊടുങ്കാറ്റടിക്കണ പോലെ ഒരു അവസ്ഥ. അത് എന്നിട്ട് പോവിൽ പ്രഘോഷിക്കുകയും എന്നെ ഹാൻഡിൽ ഇങ്ങനെ എന്തോ ഒരു അവസ്ഥ എൻ്റെ അതരത്തിലൂടെ ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. ശരിക്കും എടപ്പള്ളിയിലാണ് എൻ്റെ വീട്. ഞങ്ങൾ പെരപണിയണ കാലഘട്ടം സഹനത്തിലൂടെ നീക്കി. ആ കാലഘട്ടങ്ങളിൽ സാഹചര്യങ്ങളിലൂടെ പലതും പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ചത് അത് തന്നെ, പഠിപ്പിച്ച അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ക്ലാസ്സിൽ എനിക്ക് ബ്രദറിൻ്റെ ക്ലാസ്സിലൂടെ പറഞ്ഞു കിട്ടിയപ്പോൾ ഞാൻ അതിനു മുമ്പ് ഇത് ആരോട് പറഞ്ഞാലും ആരും തമാശയായിട്ട് കളിയാക്കുമായിരുന്നു. എനിക്ക് അത് പൂർണ്ണമായിട്ടും ബ്രദറിൻ്റെ ക്ലാസ്സിലൂടെ എനിക്കത് ബോധ്യം കിട്ടി. പരിശുദ്ധാത്മാവ് നയിക്കും. പക്ഷെ എനിക്ക് എവിടെയും കയറി പറയാനായിട്ട് പേടിയുണ്ട്. ഇതുവരെ ഞാൻ കയറി പറയാൻ മടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പലപ്പോഴും പണിയച്ചൻ ഇങ്ങനെ ഒരിക്കൽ ചെന്നൈയിൽ ധ്യാനത്തിന് കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോൾ എന്നോട് പറയാമെന്ന് ചോദിച്ചു. പക്ഷെ എനിക്കൊന്നും ഞാൻ പറയാൻ മറന്നു പോകും പെട്ടെന്ന്.
മറപ്പിച്ച് കളയുക. പക്ഷെ എനിക്കറിയാം, ഉറപ്പുണ്ട്, പറയേണ്ട സമയത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കും എന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. കാരണം വിശുദ്ധ കുർബാന ധ്യാനം കൂടുന്നതിന് മുമ്പ് തന്നെ എന്നെ കുറച്ച് കാര്യങ്ങൾ ഈശോ പഠിപ്പിച്ചു. അത് പരിശുദ്ധി അമ്മയാണ് തുടക്കം കുറിച്ചത്. പരിശുദ്ധി അമ്മ വെന്തിങ്ങി ധരിക്കണം, കൊന്ത ചെല്ലണമെന്ന് എന്നെ ദർശനത്തിലൂടെ മനസ്സിലാക്കി തന്നു. ഞാനത് അനുസരിച്ചപ്പോഴാണ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഈശോ മനുഷ്യരോട് സംസാരിക്കുമെന്നൊരു കാര്യം എനിക്ക് ബോധ്യം തന്നത്. അത് ശബ്ദത്തിലൂടെയാണ്. ശബ്ദം ഇതാണ്: നീ എന്തുകൊണ്ട് എന്നെ സ്വീകരിക്കുന്നില്ല എന്ന ശബ്ദം. ഒരു മുഴക്ക ശബ്ദമാണ്. അതൊരു 5 മാസം അടുപ്പിച്ച് ഞാൻ തന്നെ ഇരിക്കണം എല്ലാ ദിവസവും. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ ശബ്ദം. ഇത് ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അതിന് കാരണമാക്കി. കാരണം ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു, കുർബാന സ്വീകരിക്കുമായിരുന്നു. വിവാഹത്തിന് ശേഷം ഞായറാഴ്ച മാത്രമാണ് പള്ളിയിൽ പോയിരുന്നുള്ളൂ. അത് സാഹചര്യം അങ്ങനെയായിരുന്നു. എനിക്ക് പള്ളിയിൽ പോകാൻ സൗകര്യം ഉണ്ടെന്ന് മനസ്സിലായ ആ കാലഘട്ടങ്ങളിലാണ് ഈശോ ഈ എന്തുകൊണ്ട് എന്നെ സ്വീകരിക്കുന്നില്ല എന്ന ശബ്ദത്തിലൂടെ എന്നെ ഈശോയിലേക്ക്. അങ്ങനെ ഞാൻ കുർബാന സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ എന്നിൽ എന്തോ ഒരു മാറ്റം ഞാൻ കാണാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ക്ഷമിക്കാനും അതെനിക്ക് സാധിച്ചു. അങ്ങനെ എത്ര ഞാൻ ഇനി എല്ലാ ദിവസവും വന്നോളും.